Dear students, welcome to Abu Maths class. ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ ബാക്കി പ്രോബ്ലംസിൻ്റെ ആൻസേഴ്സ് നമ്മൾ കണ്ടെത്തുകയാണ്. അതായത് പേജ് 109ലുള്ള മൂന്നാമത്തെ ചോദ്യത്തിൽ ഒരു സാമാന്തരികം അല്ലെങ്കിൽ പാരലലോഗ്രാം തന്നിരിക്കുന്നു. അതിൻ്റെ രണ്ട് സൈഡ്സ് 12 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററുമാണ്. ആ രണ്ട് സൈഡ്സിനിടയിലുള്ള ആംഗിൾ, വശങ്ങൾക്കിടയിലുള്ള കോൺ എത്രയാണ്? 50 ഡിഗ്രിയാണ്. എങ്കിൽ ഈ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഏരിയ എത്രയാണ്? അപ്പോൾ ഇവിടെയും നമ്മൾ ബി എച്ച് എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കുക. ബി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇനി എച്ച് കിട്ടണം. എച്ച് എന്ന് പറഞ്ഞാൽ ഈ സമാന്തര വരകൾക്കിടയിലുള്ള അകലമാണ്. അപ്പോൾ ഈ ശീർഷത്തിൽ നിന്ന് നമ്മൾ താഴോട്ട് എന്ത് ചെയ്യുന്നു? ഒരു ലംബം വരയ്ക്കുന്നു, പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 90 ഡിഗ്രി ആംഗിൾ കിട്ടും. അപ്പോൾ ഇതൊരു മട്ടത്രികോണമായി മാറി. മട്ടത്രികോണത്തിൻ്റെ 90-നെതിരെയുള്ളത് ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം, കർണം. ഇനി നമ്മളെന്ത് കാണണം? എച്ച് കാണണം, ഉയരം എന്ന് പറയുന്നത് ഈ മട്ടത്രികോണത്തിലെ 50 ഡിഗ്രിക്ക് എതിരെയുള്ള വശമാണ്, അതായത് ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം. നേരത്തെ ഉപയോഗിച്ച് അത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എച്ച് കാണാം. എച്ച് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ, അതായത് 8 ഇൻറ്റു സൈൻ 50 ഡിഗ്രി. ദാറ്റ്സ് ഈക്വൽ ടു 8 ഇൻറ്റു സൈൻ 50ൻ്റെ വില 0.7660 ആണ്. ഇവിടെ മൂന്നാമത്തത് 6, 4നേക്കാൾ വലുത്. അപ്പോൾ ഒന്നിങ്ങോട്ട് കൂട്ടി, അപ്പോൾ 0.77 എന്നാവും. 8 ഇൻറ്റു 0.77, 56, 5, 56, 5, 61, 6.16 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഹൈറ്റ്. ഇനി ഏരിയ കാണാനുള്ള ഫോർമുല, ഏരിയ അതായത് പരപ്പളവ് സമം ബി എച്ച് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു, ഇതാണ് നമ്മൾ പാദമായിട്ട് എടുക്കുന്നത്, പാദം ഇൻറ്റു ഉയരം. ഉയരം എച്ച്, അത് എത്ര കിട്ടി? 6.16 എന്ന് കിട്ടി. ഇത് പരസ്പരം ഗുണിച്ച് നോക്കുക. മൾട്ടിപ്ലൈ 6.16 ബൈ 12. (73.92 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതാണ് ഈ സമാന്തരികത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. ഫോർത്ത് ക്വസ്റ്റ്യൻ, 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ ഒരറ്റത്ത് 50 ഡിഗ്രി ആംഗിളും മറ്റേ അറ്റത്ത് 65 ഡിഗ്രി ആംഗിളും മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്ന്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരച്ചു. ഒരു ഭാഗത്ത് 50 ഡിഗ്രി അടയാളപ്പെടുത്തി, മറ്റേ ഭാഗത്ത് 65 ഡിഗ്രി അടയാളപ്പെടുത്തി. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുമ്പോൾ, അതായത് ഈ വശവും കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, ഒരു കോൺ. മൂന്നാമത്തെ കോൺ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യുക? 50ഉം 65ഉം കൂട്ടുക. 50ഉം 65ഉം കൂട്ടിയാൽ 115. ആ 115 180 നിന്ന് കുറയ്ക്കുക. അങ്ങനെ കുറച്ചാൽ എത്ര കിട്ടും? 65 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ കോണും 65 ഡിഗ്രിയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ട് കോണുകൾ തുല്യമായ ത്രികോണമാണ്. അത്തരം ത്രികോണങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? സമപാർശ്വ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയും. ഈ ഐസോസെലസ് ട്രയാങ്കിളിനുള്ള ഒരു പ്രത്യേകത, ഈ രണ്ട് കോണുകൾ തുല്യമായതുകൊണ്ട് ഈ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വശങ്ങൾ ചേരുന്ന ഈ വെർട്ടെക്സിൽ നിന്ന്, ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ടൊരു ലംബം വരച്ചാൽ ആ ലംബം ഈ ഭാഗത്തെ സമഭാഗം ചെയ്യും. ഓക്കെ, ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് സൈഡ് ബൈസെക്ട്സ് ദ തേർഡ് സൈഡ്. ഈ സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നു, 2 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലംബം വരയ്ക്കാം. ലംബം വരച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു മട്ടത്രികോണം നമുക്ക് കാണാം. ഈ മട്ടത്രികോണത്തിൽ 65 ഡിഗ്രിയുടെ നേരെ എതിരായിട്ടുള്ള വശമാണിത്. അപ്പോൾ കർണം ഇൻറ്റു സൈൻ 65 എന്നുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എതിർവശം കിട്ടും. അങ്ങനെ നമ്മൾ എതിർവശം കണ്ടുപിടിക്കുന്നു, അതായത് ഇത് കണ്ടെത്തുന്നു. പിന്നെ സമീപവശം ബൈ കർണമാണെന്ത്? കോസ്. അപ്പോൾ കർണം ഇൻറ്റു കോസ് 65 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഭാഗം കിട്ടും. അതിൻ്റെ ഇരട്ടി എടുത്താൽ ഈ ഭാഗം കിട്ടും. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത്തും ഈ ലെങ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ബി എച്ച് എന്നുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടെത്താൻ സാധിക്കും. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ യൂസിങ് ദ ഫോർമുല ഹാഫ് ബി എച്ച്. അപ്പോൾ ഈ ഉയരത്തെ നമ്മൾ എച്ച് എന്ന് വിളിക്കുന്നു, എച്ച്. ഇതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു, ഇതും എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ h is equal to 5 into sin
65. That's equal to 5 into sin 65 is equal to 0.9063. മൂന്നാമത്തത് 4നേക്കാൾ കൂടുതലായതുകൊണ്ട് ഒന്നിങ്ങോട്ട് കൂട്ടുന്നു. അപ്പോൾ 5 ഇൻറ്റു 0.91 എന്ന് കിട്ടും. ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ 5ഉം 45ഉം 4.55 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എച്ച് കിട്ടി. ഇനി എക്സ് കാണണം. എക്സ് കാണാൻ ഈ 65ൻ്റെ സമീപവശമാണ് ഇത് കർണം. സമീപവശം ബൈ കർണം ഈസ് ഈക്വൽ ടു കോസ്. അപ്പോൾ സമീപവശം കിട്ടാൻ എന്ത് ചെയ്യുക? ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ്, കർണം ഇൻറ്റു കോസ്. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ്, അതായത് 5 ഇൻറ്റു കോസ് 65. ദാറ്റ്സ് ഈക്വൽ ടു 5 ഇൻറ്റു 0.4226 എന്ന് കിട്ടും. ഇവിടെ മൂന്നാമത്തത് 5നേക്കാൾ കുറവായതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ 0.42 മാത്രം എടുത്താൽ മതി. അപ്പോൾ 5 ഇൻറ്റു 0.42 ഇതിനെ ഗുണിച്ച് കഴിഞ്ഞാൽ അത് 2 10, 20ഉം 1ഉം 21, ദാറ്റ് ഈസ് 2.1 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ എക്സ് 2.1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ 2x ആണെന്ത്? പാദം, ബേസ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബി എന്ന് വിളിക്കാം. ബി, പാദം. ഓക്കെ, so b is equal to 2x, that's equal to 2 into 2.1, that's equal to 4.2 centimeter. So area is equal to half bh, പരപ്പളവ് സമം. So half into b, b എത്ര കിട്ടി? 4.2 കിട്ടി. ഇൻറ്റു h, h എത്രയാണ്? ഇവിടെ കിട്ടി 4.55. 4.55. ഹാഫ് ഓഫ് 4.2 എന്ന് പറഞ്ഞാൽ 4.2ൻ്റെ പകുതി, ദാറ്റ് ഈസ് 2.1. ദാറ്റ് ഇൻറ്റു 4.55. അപ്പോൾ 4.55നെ നമുക്ക് 2.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4, 5, 5, 0, 11, 9, 5, 5, 5, 9. ഇവിടെ 1 പ്ലേസ്, ഇവിടെ 2 പ്ലേസ്, ടോട്ടൽ 3 പ്ലേസസ്, 3 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പോൾ ആൻസറിൽ 3 ഡെസിമൽ പ്ലേസസ് വേണം, 3 ദശാംശ സ്ഥാനങ്ങൾ വേണം. അപ്പോൾ 9.555 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഈ മൂന്നാമത്തെ 5 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഒന്ന് കൂട്ടി എഴുതാം. 9.56 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ്, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഈ എക്സസൈസിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു വശം 8 സെൻറ്റിമീറ്ററും അതിലെ ഒരു കോൺ 40 ഡിഗ്രിയുമായി ഒരു ത്രികോണം വരയ്ക്കണം. ആ ത്രികോണം വരയ്ക്കുമ്പോൾ 40 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിൻ്റെ നീളം ഏറ്റവും ചുരുങ്ങിയത് എത്രയാവണം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരു വശം വരച്ചു, ആ വശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ, ആ വശത്തിൻ്റെ ഒരറ്റത്തുള്ള കോൺ 40 ഡിഗ്രി. ഇനി ത്രികോണം ഉണ്ടാകണമെങ്കിൽ മൂന്നാമതൊരു വശം കൂടെ വേണം, അതായത് 40 ഡിഗ്രിക്ക് എതിരെയുള്ള വശം. ആ വശം ഏറ്റവും ചുരുങ്ങിയത് എത്രയാവണമെന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് എത്രയാവണമെന്ന് ചോദിച്ചാൽ വ്യത്യസ്ത അളവുകളിൽ വരയ്ക്കാമെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ ഇതൊരു എതിർവശമായി. ഓക്കെ, ഇനി ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ, ഇവിടുന്ന് ഇങ്ങനെ വരച്ചാൽ അതും എതിർവശം തന്നെയാണ്. ഇവിടുന്ന് വരച്ചാലും എതിർവശമാണ്, ഇവിടുന്ന് ഇങ്ങനെ വരച്ചാലും എതിർവശം. ഇങ്ങനെ ധാരാളം എതിർവശങ്ങൾ വരയ്ക്കാം. അതിലേറ്റവും ചുരുങ്ങിയ നീളമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കോൺ കൂടി വരും, അവസാനം 90 ഡിഗ്രി ആകുന്നൊരു പോയിൻ്റ് വരും. അപ്പോഴാണ് ഏറ്റവും നീളം കുറയാം. ഈ 90 ഡിഗ്രിയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു വിചാരിച്ച് ഇങ്ങനെ വന്നു, അപ്പോൾ ഇവിടെ എന്തായി? 90 ഡിഗ്രിയേക്കാൾ കൂടുന്നു. അപ്പോൾ നീളം വീണ്ടും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കുറഞ്ഞ നീളം എതിർവശത്തിന്, 40 ഡിഗ്രിക്ക് എതിരെയുള്ള എതിർവശത്തിന് ഏറ്റവും കുറഞ്ഞ നീളം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഈ വര പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ്. 90 ഡിഗ്രി കോൺ ഇവിടെ വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ അവിടെ 90 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മളൊരു വര വരയ്ക്കുന്നു, ആ വരയുടെ നീളം കണ്ടെത്തുന്നു. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മളൊരു വര വരച്ചു. ഈ വരയാണ് ഏറ്റവും നീളം കുറഞ്ഞ എതിർവശം, ഇതിൻ്റെ 40 എന്ന കോണിൻ്റെ എതിർവശം. അപ്പോൾ 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയും. അപ്പോൾ കർണം ഇവിടെ ഉണ്ട്, നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് എതിർവശമാണ്. ഓക്കെ, ഈ എതിർവശത്തെ നമ്മൾ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ എക്സ് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, കർണം ഇൻറ്റു സൈൻ 40, അതാണ് എതിർവശം. സോ എക്സ് ഈസ് ഈക്വൽ ടു കർണം ഇൻറ്റു, അതായത് ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ
40. Okay, that's equal to 8 centimeter into sin 14 value 3 ആണ് 0.6428 ആണ്. That is equal to 8 into ഇവിടെ മൂന്നാമത്തത് 5നേക്കാൾ കുറവായതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നമ്മൾ ഒഴിവാക്കുന്നു. നമുക്ക് 0.64 എന്ന് എഴുതാം. ഇത് രണ്ടും തമ്മിൽ നമ്മൾ ഗുണിക്കുന്നു. 32 48 3 51 5.12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് 40 ഡിഗ്രിക്കെതിരെയുള്ള വശത്തിൻ്റെ നീളം. ഏറ്റവും നീളം കുറവാകണമെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയ നീളമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വരയുടെ നീളം 5.12 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഡിയർ സ്റ്റുഡൻസ്, ഈ എക്സസൈസിൽ ബാക്കിയുണ്ടായിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെഷൻ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് അബു മാത്സ്. സീ യു നെക്സ്റ്റ് ഡേ.